ഇന്ത്യയുമായി തീരുവ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറുമല്ല. ഇതോടെ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തുകയാണ് റഷ്യ. US-ൻ്റെ തീരുവ മൂലം ഇന്ത്യക്കുണ്ടായ നഷ്ടം നികത്തുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. സോച്ചിയിൽ ഇന്ത്യ ഉൾപ്പെടെ 140 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ചാണ് പുടിൻ ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യക്കുമേൽ കനത്ത തീരുവ ചുമത്തിയതിനെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പുടിൻ പറഞ്ഞു. ദേശീയ താൽപ്പര്യം ഖനിക്കുന്നതും അപമാനകരമായൊരു തീരുമാനത്തിനും ഇന്ത്യയിലെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയൊരു തീരുമാനം എടുക്കില്ലെന്ന് ഉറപ്പുണ്ടെന്നും പുടിൻ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തിയിരുന്ന തീരുവ 50% ഉയർത്തിയിരുന്നു. തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വഷളായി. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മാറുകയാണ് ചെയ്തത്. US-ൻ്റെ ഭീഷണിക്ക് മുന്നിൽ റഷ്യയെ തള്ളിപ്പറയാൻ ഇന്ത്യ തയ്യാറായില്ല. യുക്രൈൻ അധിനിവേശത്തിൻ്റെ പേരിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നാണ് US പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടത്. US അധിക താരിഫ് ചുമത്തിയത് മൂലം ഇന്ത്യ നേരിടുന്ന നഷ്ടം റഷ്യ നികത്തുമെന്നാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. US-ൻ്റെ താരിഫ് സമ്മർദ്ദത്തിന് മുന്നിൽ മോദി മുട്ടുമടക്കിയിരുന്നില്ല. US പ്രസിഡന്റിൻ്റെ വ്യാപാര തന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുമായി ഞങ്ങൾക്ക് ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനവും റഷ്യൻ പ്രസിഡന്റ് നടത്തി. തൻ്റെ ഏറ്റവും വിശ്വസനീയനായ പങ്കാളിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് പുടിൻ പറഞ്ഞത്. ഇന്ത്യൻ സിനിമകളോടുള്ള റഷ്യക്കാരുടെ ഇഷ്ടവും പുടിൻ തുറന്നു പറഞ്ഞു. ഇരു നേതാക്കളും ചൈനയിൽ ഒരു ഉച്ചകോടിയുടെ ഭാഗമായി കണ്ടുമുട്ടിയിരുന്നു. പരസ്പരം ആലിംഗനം ചെയ്ത ഇരുവരും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുകയും ചെയ്തു. ഇത് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2022-ൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുടിൻ്റെ ആദ്യ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 2 ദിവസത്തേക്കാണ് സന്ദർശനം. റഷ്യയിൽ നിന്ന് പ്രധാനമായും എണ്ണ വാങ്ങുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. 2022-ലാണ് യുക്രൈനുമായുള്ള യുദ്ധം റഷ്യ ആരംഭിച്ചത്. ഈ യുദ്ധസമയത്ത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ 2 രാജ്യങ്ങളുമായുള്ള എണ്ണ വ്യാപാരം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.